എല്ലാവരും ഇങ്ങനെ സ്ഥാനാർത്ഥി നിങ്ങൾ വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിരവധി ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഇതാ നിങ്ങളുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാർജി ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇന്ന് കാലത്ത് മേലാമുറി TV നഗറിൽ നിന്നും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി നിരവധി ആവേശോജ്വലമായ സ്വീകരണം ഏറ്റുവാങ്ങിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. പാലക്കാട് നഗരസഭയുടെ വൈസ് ചെയർമാൻ എന്ന നിലയ്ക്ക് പാലക്കാടിന് വേണ്ടി ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടാൻ കൃഷ്ണകുമാറിന് സാധിച്ചു എന്നത് വളരെയധികം അഭിനന്ദനം അറിയിക്കുന്ന കാര്യമാണ്. 2020 പാലക്കാട് നഗരത്തിലെ ശുദ്ധമായ കുടിവെള്ളം 24 മണിക്കൂറും കിട്ടത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടാൻ കൃഷ്ണകുമാറിന് സാധിച്ചു. 1000-ഓളം പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം വീട് നിർമ്മിച്ചു കൊടുക്കാൻ സാധിച്ചു. കോടിക്കണക്കിന് രൂപയുടെ മുദ്രാ ബാങ്കിലൂടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടാൻ സാധിച്ചു. അമൃത് പദ്ധതിയിലൂടെ പാലക്കാട് ടൗൺ ഹാൾ അനക്സ് തുടങ്ങിയ ഒട്ടനവധി സ്ഥാപനങ്ങൾ തുടങ്ങാൻ കൃഷ്ണകുമാറിലൂടെ ഭരണത്തിലൂടെ സാധിച്ചു. എന്തായാലും ഇവിടെ നിങ്ങളെ അറിയുന്ന നിങ്ങളുടേതായ നിങ്ങളുടെ നാട്ടുകാരൻ, നിങ്ങളുടെ സഹോദരൻ, നിങ്ങളുടെ മകൻ എന്ന രീതിയിലുള്ള ശ്രീ കൃഷ്ണകുമാർജി ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഈ 23-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കൃഷ്ണകുമാർജിയെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം നിങ്ങളെല്ലാവരും ഏറ്റുചൊല്ലാൻ ഒരു കാര്യം പറയുന്നു. സ്വാമിയേ സ്വാമിയേ ഹരിഹര സുതനേ. ആ ഭാഗത്തുള്ള അമ്മമാർ ആരും പറയുന്നില്ല. സ്വാമിയേ ഹരിഹര സുതനേ ഇല്ലെന്നില്ലാടി വീരനേ വീരമണി കണ്ടനേ. ഓം ശ്രീ ഹരിഹര സുതനാനന്ദ ചിത്തനയ്യനയ്യപ്പ സ്വാമിയേ ശരണയ്യപ്പ. ഒരു കാലത്ത് പ്രിയമുള്ളവരെ, നമ്മുടെ സ്ഥാനാർത്ഥിയെ കൽപ്പൂരാരതി ചുറ്റി സ്വീകരിക്കുവാൻ ലക്ഷ്മി അമ്മാളെ സ്വീകരിച്ചുകൊള്ളുന്നു, ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, അയ്യപ്പന്റെ ശരണനാമങ്ങൾ ജപിച്ച് ഹാളിലകുന്ന ഒരു ഭരണമാണ് ഈ കേരളത്തിലുള്ളത്. അയ്യപ്പന്റെ നാമജപം ജപിക്കുന്നവരെ കാരാഗ്രഹത്തിലടയ്ക്കുന്ന ഒരു ഭരണമാണ് ഈ നാട്ടിലുള്ളത്. അയ്യപ്പനാമം ജപിച്ചതിന്റെ പേരിൽ ക്ഷേത്രത്തിലേക്കുള്ള വൈദ്യുതി ബന്ധം വരെ വിച്ഛേദിക്കുന്ന പിണറായി വിജയന്റെ മതബന്ധന ഭരണത്തിന്റെ തീരുവാൻ വേണ്ടി ഇതാ ഈ നാട്ടിലെ ജനങ്ങൾ നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥിക്ക് തീസി കൈമാറുന്നു. ചെയർപേഴ്സൺ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം ഈ അയ്യപ്പന്റെ നാമധേയത്തിൽ നടന്ന സമരപരിപാടികള് 100കണക്കിന് കേസുണ്ട്. അതിൽ ഞാനടക്കമുള്ള 4 കേസുണ്ട്. അതിലൊക്കെ ആരോ ഒന്നാം പ്രതി അറിയാം. ആരാണ്? നമ്മുടെ കൃഷ്ണകുമാർജിയെ ഒന്നാം പ്രതിയാക്കിയിട്ടാണ് ഈ പിണറായി വിജയൻ കേസെടുത്തിട്ടുള്ളത്. അയ്യപ്പ നാമധേയം കേട്ടാൽ കിട്ടിക്കിട്ടാൻ പിണറായി വിജയന് അന്ത്യം കാണണമെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കരുത്തെ ശക്തിപ്പെടുത്താൻ നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർജിയെ വിജയിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി പ്രവർത്തന കൃഷ്ണകുമാറിനെ ക്ഷണിക്കുന്നു. പാലക്കാട് നഗരസഭയുടെ നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥിക്ക് നോക്കുവാനാണ്
അറിയിച്ച് സ്വീകരിക്കുന്നതായി ശ്രീ ആറുമുഖ അവരുടെ ക്ഷണിച്ചു വന്നു. അടുത്തതായി ശ്രീ വേലായുധ മാസ്റ്റർ, എം ജി നടരാജൻ അവർ, നടരാജൻ ദേവിയെ, ശ്രീ രമേശൻ, ശ്രീ ബാലു, ശ്രീ രാമദാസേട്ടൻ, ശ്രീ കണ്ണപ്പേട്ടൻ, ശ്രീ ശരത്, നമ്മുടെ പ്രശ്നത്തിനായി നമ്മുടെ പ്രിയങ്കരായ സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണമാരാണ് ക്ഷണിച്ചുകൊള്ളുന്നത്. പാലക്കാട് നഗരസഭയുടെ ബഹുമാന്യായിട്ടുള്ള ചെയർപേഴ്സൺ ശ്രീമതി പ്രമീള ശശിധരൻ, അയ്യപ്പുരത്തെ നമ്മുടെ എല്ലാം കാരണവരായിട്ടുള്ള ശ്രീ തമ്പിയണ്ണൻ, പാലക്കാട് നഗരസഭയിലെ കൗൺസിലർമാരായിട്ടുള്ള നിങ്ങളുടെ പ്രിയങ്കരിയായിട്ടുള്ള കൗൺസിലർ ശ്രീമതി ദിവ്യ, ശ്രീ നടേശൻ, ശ്രീ ജയേഷ്, ശ്രീ പ്രസാദ് ഉൾപ്പെടെയുള്ള നഗരസഭയിലെ കൗൺസിലർമാർ, എൻ്റെ പ്രിയപ്പെട്ട അയ്യപ്പുരത്തെ അമ്മമാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട അനിയന്മാരെ, നിങ്ങൾക്ക് നമസ്കാരം. എൻ്റെ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത്, ഞാനൊരു തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് മത്സരിക്കുന്നത് ഈ അയ്യപ്പുരത്തിൻ്റെ മണ്ണിന്നാണ്. ആ തെരഞ്ഞെടുപ്പിൽ എനിക്ക് ഉജ്ജ്വലമായിട്ടുള്ള വിജയം സമ്മാനിച്ചത് അയ്യപ്പുരത്തു നിന്നാണ്. തീർച്ചയായിട്ടും ഈ മണ്ണിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ നൽകുന്ന പിന്തുണയും നിങ്ങൾ നൽകുന്ന സ്നേഹവും ഏത് പ്രതിസന്ധികളെ മറികടക്കാനും ഏത് യുദ്ധമുന്നണിയിൽ ധീരതയോടുകൂടി പോരാടാനുള്ള ആവേശവും കരുത്തും എനിക്ക് പകർന്നു നൽകുന്ന മണ്ണാണ് ഈ അയ്യപ്പുരത്തിൻ്റെ മണ്ണ്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് മറുപടി കൊടുക്കേണ്ടത് നമ്മുടെ ശബരിമലയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തകർക്കാൻ ശ്രമിച്ച ശക്തികൾക്കെതിരായിട്ടാണ്. കഴിഞ്ഞ മണ്ഡലകാലം നമ്മളാരും ഉറങ്ങാതെ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് കാത്തിരുന്ന നാളുകളാണ് കഴിഞ്ഞ മണ്ഡലകാലം. ഓരോ ദിവസവും കാലത്ത് TV ചാനലുകൾക്ക് മുന്നിൽ നമ്മുടെ ശബരിമലയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തകർക്കാനുള്ള അവിശ്വാസികളായിട്ടുള്ള സ്ത്രീകളെ ശബരിമലയിൽ എത്തിച്ചുകൊണ്ട് നമ്മുടെ ശബരിമലയെ തകർക്കാനുള്ള ശ്രമങ്ങൾ വേദനയോടുകൂടി കണ്ടു നിന്നവരാണ് നമ്മൾ. തീർച്ചയായിട്ടും നമ്മുടെ ശബരിമലയെ തകർക്കാൻ ശ്രമിച്ച, അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തകർക്കാൻ ശ്രമിച്ച ശക്തികൾക്കെതിരായിട്ടുള്ള തിരിച്ചടിയായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറണം. ഈ തെരഞ്ഞെടുപ്പ് അവർക്കൊരു താക്കീതായിട്ട് മാറണം. കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ രാജ്യം ഭരിച്ച നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്ത് സാധാരണക്കാരായ ആളുകൾക്ക് നിരവധി പദ്ധതികൾ, ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികൾ കൊണ്ടുവന്ന സർക്കാരാണ്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി വഴി ഈ രാജ്യത്തെ 2.5 കോടിയോളം വരുന്ന ആളുകൾക്ക് ഭവന നിർമ്മാണ ധനസഹായം കൊടുത്തു. ഈ രാജ്യത്തെ ശൗചാലയങ്ങളില്ലാത്ത വീടുകൾക്ക് ശൗചാലയങ്ങൾ നിർമ്മിക്കാനുള്ള ധനസഹായം കൊടുത്തു. ഈ രാജ്യത്ത് ചികിത്സയ്ക്ക് പൈസയില്ലാത്ത ആളുകൾക്കായിട്ട് ആയുഷ്മാൻ ഭാരത് പദ്ധതി കൊണ്ടുവന്നു. പാലക്കാടിനെ സംബന്ധിച്ചോളം പാലക്കാടിന് 2700 കോടി രൂപയുടെ IIT സമ്മാനിച്ചു. നമ്മുടെ പാലക്കാട് നഗരത്തിന് അമൃത് പദ്ധതിയിൽ 235 കോടി രൂപയാണ് അമൃത് പദ്ധതിയിൽ നൽകിയത്. ഇത്രയേറെ ധനസഹായങ്ങൾ, ഇത്രയേറെ പദ്ധതികൾ പാലക്കാട് നൽകിയ നരേന്ദ്രമോദി സർക്കാരിനെ നന്ദി അറിയിക്കുന്ന തെരഞ്ഞെടുപ്പായിട്ട് ഇത് മാറണം. ഇക്കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി നമ്മളോട് പറഞ്ഞത്, ഇത്തവണത്തെ വിഷു കൈനീട്ടം പാലക്കാടത്തെ NDA സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചുകൊണ്ട് നിങ്ങൾ കേന്ദ്രത്തിന് നൽകുകയാണെങ്കിൽ, ശ്രീ നരേന്ദ്രമോദിക്ക് നൽകുകയാണെങ്കിൽ അടുത്ത വിഷുവിന് പാലക്കാടിനായിട്ട് കോച്ച് ഫാക്ടറി വിഷു സമ്മാനമായിട്ട് നൽകാമെന്നാണ് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞത്. തീർച്ചയായിട്ടും പാലക്കാടിന് നഷ്ടപ്പെട്ട കോച്ച് ഫാക്ടറി അടക്കമുള്ള നിരവധി പദ്ധതികൾ നമുക്ക് നേടിയെടുക്കണം. ആ നിരവധി പദ്ധതികൾ നേടിയെടുക്കാനുള്ള ഒരു അവസരമായിട്ട് തെരഞ്ഞെടുപ്പിനെ നമുക്ക് വിനിയോഗിക്കണം. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ താമരടയാളത്തിൽ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ നൽകിയ സ്നേഹോഷ്ഫലമായിട്ടുള്ള സ്വീകരണത്തിന് 1000 നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.